പ്രൈസ് ദി ലോർഡ്. ഞാൻ ജാനുവരിയിൽ ഇവിടെ ധ്യാനത്തിന് വന്നിരുന്നു. അന്ന് ഇവിടെ ഇരിക്കുമ്പോൾ ഇങ്ങനെ വീഴ്ചകളും താഴ്ചകളും കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്നൊരു വിഷൻ. ഒരു തീ മനുഷ്യൻ ഒരു 3 പ്രാവശ്യം ഇങ്ങനെ തീ കത്തിക്കൊണ്ടിരിക്കുക, ഇങ്ങനെ നടന്നു പോകും. കുറെ കഴിഞ്ഞിട്ട് ഒരു മനുഷ്യൻ ഇങ്ങനെ, നമ്മൾ മനുഷ്യന് ചിന്തിക്കാൻ പറ്റുന്ന അപ്പുറമായിട്ട് ഇങ്ങനെ ഭയങ്കര സ്പീഡിൽ കറങ്ങുക, ഡാൻസ് ചെയ്യും. അപ്പൊ എനിക്കിത് മനസ്സിലായില്ല. പിന്നെ വീട്ടിൽ ചെന്ന് അപ്പോഴേ ഞാൻ പിന്നീട് ഇതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടാ പറഞ്ഞല്ലേ, ബിനോ എന്ന് പറഞ്ഞ ഒരു സഹോദരൻ ഇവിടെ ഇരിക്കുക. ഇവനാ ഈ തീ അഭിഷേകം ലഭിച്ച് ഇങ്ങനെ ചുറ്റി നടക്കുന്നേ. പിന്നെ പെട്ടെന്ന് ഞാൻ ഓർക്കുന്നത്, ഫ്രാൻസിസ് അസീസി പോപ്പിനോട് സുവിശേഷം പ്രസംഗിക്കുവാൻ വേണ്ടി പെർമിഷൻ വാങ്ങിക്കാൻ പെട്ടെന്ന് പരിശുദ്ധാത്മാവ് വെച്ചപ്പോൾ മനുഷ്യർ ചിന്തിക്കാൻ കഴിയുന്ന അപ്പുറത്തെ രീതിയിൽ അങ്ങനെ ഡാൻസ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഇതുപോലെ പുള്ളി ഇങ്ങനെ കറങ്ങി ഇങ്ങനെ ഈ തിരക്കിനിടയ്ക്ക് കറങ്ങി വീഴുക. അപ്പൊ എനിക്ക് മനസ്സിലായി, ഇത് അസാധാരണമായൊരു ധ്യാനമാണ്. ഇതാ ഈ കാലഘട്ടത്തിൽ 1 മണിക്കൂറെങ്കിലും നീതിയായിട്ട് ജീവിക്കണമെങ്കിൽ ഇതുപോലൊരു അനുഭവം കിട്ടിയാലേ മുമ്പോട്ട് നീങ്ങും. പിന്നെ അടുത്ത പ്രാവശ്യം വരണമെന്ന് തീരുമാനിച്ചു, വരാൻ പറ്റിയില്ല. അപ്പൊ പിന്നെ ബ്രദറിനെ വിളിച്ച പറഞ്ഞു, ചാർലസ് ബ്രദറിനെ അങ്ങനെ പറഞ്ഞ് വൈഫിനെ അയക്കാനായിട്ട്. അപ്പൊ വൈഫ് 3 പ്രാവശ്യം വന്നു. അവൾക്ക് കുറെ അനുഗ്രഹങ്ങൾ കിട്ടി. ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നേ, അവളെ കണ്ടു കഴിഞ്ഞാൽ അടുത്തുള്ളവരൊക്കെ എന്ന് മരുന്ന് ഉപയോഗിക്കുന്ന മുടി വളരാന്, ഈ ധ്യാനം കൂടി കഴിഞ്ഞപ്പോ നന്നായിട്ട് മുടി വളരാൻ തുടങ്ങി. പ്രൈസ് ലോർഡ്. ഇപ്പൊ വന്നു കഴിഞ്ഞപ്പോ പിന്നെ എനിക്കുള്ള, ഞാൻ എപ്പോഴും ഉദ്ധിതനായ ദൈവത്തെ മഗ്ദലന മറിയം ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ആരാധിക്കുകയാണ്. എൻ്റെ ദൈവമേ, ഇതുപോലൊക്കെ നമുക്ക് എന്തെങ്കിലും ഒരു നല്ല രീതിയിൽ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ ആരാധിക്കാൻ പറ്റുമോ? അതും ഉദ്ധിതനായ ദൈവത്തെ. ഇവിടെ വന്നപ്പോൾ ഇന്ന് എല്ലാം മറന്നു, ആടിയും പാടിയും എൻ്റെ ജീവിക്കുന്ന ദൈവത്തെ ഒന്ന് ആരാധിച്ച് മഹത്വപ്പെടുത്തുവാൻ വലിയൊരു കൃപ ഞാൻ ആഗ്രഹിച്ചു കിട്ടി. പിന്നെ ബ്രദർ ഈ വചനം പറഞ്ഞ് ഡെലിവറൻസ് നടത്തുക. അപ്പോൾ ബ്രദർ പറയാം, വീണ്ടും പിന്നെ അത്ഭുതങ്ങളും അടയാളങ്ങളും കരബലം പ്രകടമാക്കണേ. കരബലം പ്രകടമാക്കണമെന്ന് പറഞ്ഞപ്പോൾ തിരുവോസ്തിന്ന് വലിയൊരു കരം, അത് വലുതാ. നമ്മൾ ചിന്തിക്കുന്ന മനുഷ്യരല്ല, വലുതാ. എൻ്റെ തലയൊന്ന് പതിക്കുക, അത് മുറിവുള്ളൊരു കരം. അതോടുകൂടി എനിക്കുണ്ടായിരുന്ന അസ്വസ്ഥതകളും വേദനകളും ഒക്കെ പൂർണ്ണമായിട്ട് വിട്ട് മാറിയ ഒരനുഭവം. എന്തുകൊണ്ടും ഈ പ്രാവശ്യം വലിയ അനുഗ്രഹപ്രദമായിരുന്നു. അത് ഞാൻ തിരിച്ചറിഞ്ഞുകൊണ്ട് എപ്പോഴും 1-2 പേരെങ്കിലും ഈ ധ്യാനത്തിന് കൂട്ടിക്കൊണ്ടുവരിക, പറഞ്ഞേക്കുക. ഞാൻ അനുഭവിച്ച് മറ്റുള്ളവർക്കും അനുഭവവേദ്യമാകട്ടെ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ നൽകിയ അനുഗ്രഹത്തെ ഓർത്ത് ഒന്ന് നന്ദി പറഞ്ഞ് കരങ്ങളടിച്ച് വലിയ അനുഗ്രഹം കൊടുത്തത് ഒരാ ശക്തിയോടെ. പ്രൈസ് ദി ലോർഡ്.